ദാമ്പത്യ ജീവിതത്തെ വസന്തം വിരിയിക്കുന്ന പൂങ്കാവനമാക്കുന്നത് കുട്ടികളാണ്. ജന്മസാഫല്യം പോലെ, സുഹൃത പുണ്യം പോലെ പിച്ചവച്ച് നടക്കുന്ന പിഞ്ചോമനകൾ. എന്നാൽ വന്ധ്യത ഒരു പേടി സ്വപ്നമായി ദമ്പതികളുടെ മനസ്സിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. പരസ്പരം പഴിചാരുന്ന ദമ്പതികൾ, പരിഹസിക്കുന്ന ബന്ധുക്കളും സമൂഹവും, അന്ധവിശ്വാസങ്ങളുടെ പുറകെയുള്ള പരക്കം പാച്ചിൽ, വ്യാജ ചികിത്സകരുടെ കപട ചികിത്സാവിധികളിൽ ജീവിതം ഹോമിക്കുന്നവർ, ജീവിതം അർത്ഥശൂന്യമെന്നോർത്ത് മനം നൊന്ത് കഴിയുന്നവർ. വന്ധ്യത ഒരു ശാപമാണെന്ന് കരുതിയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. വന്ധ്യത ശാപമല്ലെന്നും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വൈകല്യമാണെന്നുമുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. വിവിധ വന്ധ്യതാ നിവാരണ ചികിത്സാ രീതികളിലൂടെ കേരളത്തിൽ ആദ്യമായി കുഞ്ഞുങ്ങൾ പിറന്നത് ക്രാഫ്റ്റിന്റെ സുരക്ഷിത വലയങ്ങളിലാണ്. അന്തർദേശീയ നിലവാരമുള്ള പല വന്ധ്യതാ ചികിത്സാ മാർഗങ്ങളും കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് ക്രാഫ്റ്റിലാണ്. മികവിലും ഫലത്തിലും കേരളത്തിൽ 1ാം സ്ഥാനം നേടിയെടുത്ത ഇൻഫെർട്ടിലിറ്റി സെന്ററായി ക്രാഫ്റ്റ് മാറി. കേരളത്തിലെ ആദ്യ വീഡിയോ എൻഡോസ്കോപ്പി സെന്റർ, കേരളത്തിലെ ആദ്യ IUI സെന്റർ, സംസ്ഥാനത്തെ ആദ്യ PESA ICSI, TESA ICSI പ്രസവങ്ങൾ, 4D അൾട്രാസൗണ്ട് സ്കാനർ ലഭ്യമാക്കിയ ആദ്യ സെന്റർ, കേരളത്തിലെ ആദ്യ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ബേബി, സംസ്ഥാനത്തെ ആദ്യത്തെ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫറിലൂടെയുള്ള പ്രസവം, ഇന്ത്യയിൽ ആദ്യത്തെ എംബ്രിയോ വിട്രിഫിക്കേഷനിലൂടെയുള്ള പ്രസവം. സർവേശ്വര കൃപയുടെ ഉറവ പറ്റാത്ത അനുഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ച് ദൈവത്തിന്റെ വിരലുകളായി പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധ മെഡിക്കൽ ടീമാണ് ക്രാഫ്റ്റിന്റെ കരുത്ത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രശസ്ത കലാലയങ്ങളിൽ നിന്ന് വന്ധ്യതാ ചികിത്സാ രംഗത്തെ ആധുനിക സങ്കേതങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയ ഡോക്ടർ C. മുഹമ്മദ് അഷറഫാണ് ക്രാഫ്റ്റിന്റെ ചെയർമാനും മെഡിക്കൽ ഡയറക്ടറും. രാജ്യത്തിനകത്തും പുറത്തുമായി നടത്തപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിലും സെമിനാറുകളിലും ഡോക്ടർ മുഹമ്മദ് അഷറഫ് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പെൽവിക് എൻഡോമെട്രിയോസിസിന് വേണ്ടിയുള്ള എൻഡോസ്കോപ്പിക് സർജറിക്ക് 1996 ജപ്പാനിൽ നിന്നുള്ള യങ് ഇന്റർനാഷണൽ സയന്റിസ്റ്റ് അവാർഡ് ഡോക്ടർ മുഹമ്മദ് അഷറഫ് നേടി. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച സേവനത്തിന് 2006 അക്ഷയ നാഷണൽ അവാർഡും ഡോക്ടർ മുഹമ്മദ് അഷറഫിനെ തേടിയെത്തി. ക്രാഫ്റ്റിന്റെ കീഴിലുള്ള എല്ലാ 5 സെന്റേഴ്സിലും ഞങ്ങൾ ദമ്പതികളെ ഒരു സിംഗിൾ യൂണിറ്റ് ആയി കണ്ടുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. വന്ധ്യതാ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ദമ്പതികളുടെ പ്രായം. അതുകൊണ്ടാണ് സ്ത്രീകളിൽ 30 വയസ്സിന് മേലെ വിവാഹം കഴിക്കുന്നവർ, അല്ലെങ്കിൽ പുരുഷന്മാരിൽ 40 വയസ്സിന് മേലെ വിവാഹം കഴിക്കുന്നവർ 6 മാസം കൊണ്ട് ഗർഭിണിയായിട്ടുള്ള ചികിത്സ തേടണമെന്ന് പറയുന്നത്. എന്നാൽ വിവാഹപ്രായം ചെറുതാണെങ്കിൽ, 25 ഇയേഴ്സിന് താഴെയാണെങ്കിൽ അവർ 1 വർഷം കഴിഞ്ഞിട്ടും ഫലം കാണാതെ വരുമ്പോൾ മാത്രമേ ചികിത്സയ്ക്ക് ഇറങ്ങേണ്ടതുള്ളൂ. വളരെ സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടേഴ്സ്, ബീജത്തിന്റെ വളരെ എണ്ണം കുറവ്, അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രത കുറവ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി വളരെ മോശമായി വരിക എന്നീ ഘട്ടങ്ങളിൽ സാധാരണയായി മരുന്നോ അല്ലെങ്കിൽ ഓപ്പറേഷനോ ആണുങ്ങൾക്ക് ഒട്ടും യോജിക്കാതെ വരുമ്പോൾ IVF ICSI എന്ന അതിനൂതന ചികിത്സയിലേക്ക് ഞങ്ങൾ രോഗികളെ സജ്ജമാക്കാറ്. വന്ധ്യതാ നിവാരണത്തിനായി ക്രാഫ്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ആധുനിക ചികിത്സാ രീതികളിൽ സുപ്രധാനമാണ് IVF ICSI ചികിത്സാ വിധികൾ. അണ്ഡാശയത്തിൽ നിന്നും ശേഖരിച്ച അണ്ഡങ്ങളെ ഒരു പരീക്ഷണശാലയിൽ പുരുഷ പങ്കാളിയിൽ നിന്നുള്ള ബീജാണുക്കളാൽ ബീജസങ്കലനം നടത്തിയ ശേഷം രൂപം കൊള്ളുന്ന ഭ്രൂണങ്ങളിൽ തിരഞ്ഞെടുത്ത കുറച്ച് ഭ്രൂണങ്ങളെ ഗർഭധാരണത്തിനായി ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയാണ് IVF-ൽ ചെയ്യുന്നത്. പ്രധാനമായും നാളീ തടസ്സം, എൻഡോമെട്രിയോസിസ്, ബീജാണു വൈകല്യങ്ങളായ എണ്ണക്കുറവ്, ആകൃതിയിലെ കുഴപ്പം എന്നിവയും വിശദീകരിക്കാനാവാത്ത കാരണങ്ങളോട് കൂടിയ വന്ധ്യത എന്നിവയുള്ളവർക്കും IVF ഫലപ്രദമായി കണ്ടുവരുന്നു. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ബീജസങ്കലനം. പ്രൊസീജിയറിന്റെ അന്ന് അൾട്രാസൗണ്ട് ഗൈഡൻസിലൂടെ ഫോളിക്കിൾസിനെ ആസ്പിറേറ്റ് ചെയ്യും. ആസ്പിറേറ്റ് ചെയ്ത ഫോളിക്കുലർ ഫ്ലൂയിഡ് ലാബിലേക്ക് ഏൽപ്പിക്കും. ഈ ഫോളിക്കുലർ ഫ്ലൂയിഡ് നമ്മൾ പെട്രി ഡിഷിൽ ഒഴിച്ചിട്ട് സ്റ്റീരിയോ മൈക്രോസ്കോപ്പിന്റെ താഴെ ഊസൈറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഊസൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി ക്ലീൻ ചെയ്ത് മീഡിയയിലിട്ട് വാഷ് ചെയ്ത് അതിലത്തെ ബ്ലഡും ക്യുമുലസ് സെൽസ് ഒക്കെ മാറ്റി അതിനെ ഫ്രഷ് മീഡിയയിലാക്കി ഇൻക്യുബേറ്ററിൽ സൂക്ഷിക്കും.
oocytes ഇൻക്യുബേറ്ററിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യുന്ന ഈ സമയത്ത് സ്പേം സാമ്പിൾ പ്രോസസ് ചെയ്തെടുക്കും. നല്ല കൗണ്ട് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇജാക്കുലേറ്റ് എന്നും, കൗണ്ട് ഇല്ലാത്ത പേഷ്യൻസിന് ടെസ്റ്റിക്കുലർ ബയോപ്സിന്ന് പ്രോസസ് ചെയ്ത സാമ്പിളിൽ നിന്ന് സ്പേം പ്രോസസ് ചെയ്ത് മാറ്റിവെക്കുന്നതാണ്. ഇങ്ങനെ പ്രോസസ് ചെയ്ത സ്പേമും oocytesഉം ഒരു സ്പെഷ്യൽ ഡിഷിലാക്കി ഈ മൈക്രോസ്കോപ്പിന്റെ മുകളിൽ വെച്ച് ഇക്സിക്ക് വിധേയമാക്കുന്നതാണ്. ഈ മൈക്രോസ്കോപ്പ് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മൈക്രോസ്കോപ്പാണ്. ഈ മൈക്രോസ്കോപ്പിൽ oocytesനെയും സ്പേംസിനെയും 400 ഇരട്ടി വലുതാക്കി കാണിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫെർട്ടിലൈസേഷൻ റേറ്റ് അച്ചീവ് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. ഇക്സി കഴിഞ്ഞിട്ട് oocytesനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കും. 16 തൊട്ട് 18 മണിക്കൂർ കഴിയുമ്പോൾ ഫെർട്ടിലൈസേഷൻ ആയോന്ന് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത സൈഗോട്സിനെ അവരുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ വേർതിരിച്ച് വെക്കും. 3 മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ തന്നെ ഈ സൈഗോട്സിനെ എംബ്രിയോസിനെ നമ്മൾ കാത്തു സൂക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ള എംബ്രിയോ ട്രാൻസ്ഫർ കത്തീറ്റർ ഉപയോഗിച്ച് യൂട്രസിലോട്ട് മാറ്റി വെക്കുന്നതാണ്. ബാക്കിയുള്ള എംബ്രിയോസ് വിട്രിഫിക്കേഷൻ മൂലം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. ക്രാഫ്റ്റിൽ പൊതുവെ ഉയർന്ന ഗർഭധാരണ നിരക്ക് ഉള്ളതിനാൽ സാധാരണയായി 2-3 നല്ല ഭ്രൂണം മാത്രമേ ഗർഭാശയത്തിൽ നിക്ഷേപിക്കാറുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന നല്ല ഗുണമേന്മയുള്ള ഭ്രൂണങ്ങളെ അതത് രോഗികൾക്ക് വേണ്ടി മാത്രമായി വിട്രിഫിക്കേഷനിലൂടെ ശീതീകരിച്ച് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ എംബ്രിയോ ഫ്രീസിംഗ് എന്ന് പറയുന്നു. വിട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എംബ്രിയോസിനെ ക്രയോടോപ്സിൽ ലോഡ് ചെയ്ത് ഈ ക്രയോടോപ്സ് കളർ കോഡഡ് പ്ലാസ്റ്റിക് ഗോബ്ലെറ്റ്സിലേക്ക് മാറ്റി ലിക്വിഡ് നൈട്രജൻ ടാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ -196°C. ഈ ടെമ്പറേച്ചറിൽ എംബ്രിയോസ് പല വർഷങ്ങൾ സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എംബ്രിയോ ഫ്രീസിംഗ് വഴി നാളിതുവരെ 100-ലധികം കുഞ്ഞുങ്ങൾ ക്രാഫ്റ്റിൽ ജന്മമെടുത്തിട്ടുണ്ട്. ഇതിന്റെ വിജയനിരക്ക് ക്രാഫ്റ്റിൽ 50%. ഈ രീതിയിലൂടെ സമയവും ധനവും ലാഭിക്കാനാവും എന്നത് മാത്രമല്ല, ഒരു ചികിത്സാ ചക്രത്തിന്റെ ആവർത്തനം ഒഴിവാക്കുകയും ചെയ്യാം. ക്രാഫ്റ്റിലെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് IVF ഗർഭധാരണ നിരക്ക് 35%, പ്രസവ നിരക്ക് 30%. ആധുനിക ഉപകരണങ്ങൾ, ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ, മികച്ച ശാസ്ത്രജ്ഞന്മാർ എന്നിവരുടെ ഫലപ്രദമായ ചേരുവയിലൂടെയാണ് ക്രാഫ്റ്റിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിയുന്നത്. ലോകമെങ്ങുമുള്ള വന്ധ്യരായ ദമ്പതികൾക്ക് ആശ്വാസമായി മാറിയിട്ടുള്ള മറ്റൊരു നവീന ചികിത്സാ രീതിയാണ് ഇക്സി. തിരഞ്ഞെടുത്ത ഒരു നല്ല പുരുഷ ബീജത്തെ ഒരു അണ്ഡത്തിന്റെ അകത്തേക്ക് കുത്തിവെക്കുന്ന രീതിയാണ് ഇത്. ഇതിന് ഏറ്റവും ശക്തമായ സൂക്ഷ്മദർശിനികളും മൈക്രോ മാനിപ്പുലേറ്ററുകളും ഉപയോഗിക്കണം. മാത്രമല്ല, വിദഗ്ധരായ ഭ്രൂണശാസ്ത്രജ്ഞരുടെ സഹായവും വേണം. ഇവ രണ്ടും ക്രാഫ്റ്റിൽ ലഭ്യമായതിനാൽ ഇക്സിയിൽ 50 മുതൽ 75% വരെ ഉയർന്ന വിജയനിരക്ക് ക്രാഫ്റ്റ് നേടിയിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനം ആകെ കോംപ്ലിക്കേഷൻ ആക്കി വരുന്നതിൽ എത്രയോ പേരാണ്. നമുക്ക് ഇത്രയും ഒരു സ്റ്റാൻഡേർഡുള്ള ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നതും ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്റെ ഒരു കസിൻ വീട് പോലെയാ. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യും. എനിക്ക് തന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. We both from Maldives. I feel doctor's team and the sister's team is a very friendly, very close, like my family members. They treat us. I'm coming from Dubai to Kraft Hospital. I see that it's very good hospital. All staff is very good. ഇൻഫെർട്ടിലിറ്റി സെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ നൽകേണ്ട പ്രഥമ പരിഗണനകളിലൊന്ന് ആ സ്ഥാപനം നൽകുന്ന ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ഇന്ത്യയിൽ ISO 9000-2000 അക്രഡിറ്റേഷൻ ലഭിച്ച ആദ്യത്തെ ഇൻഫെർട്ടിലിറ്റി സെന്ററാണ് ക്രാഫ്റ്റ്. അതുപോലെ തന്നെ വന്ധ്യത നിവാരണ ചികിത്സയിലെ അന്തർദേശീയ നിലവാരം ഉറപ്പാക്കുന്ന ANSI RAB അക്രഡിറ്റേഷനും ക്രാഫ്റ്റിനുണ്ട്. ക്രാഫ്റ്റിൽ നൽകുന്ന എല്ലാ ചികിത്സാ രീതികൾക്കും ലോക നിലവാരത്തോടൊപ്പം വിജയശതമാനം നേടുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് എന്ന രീതിയിൽ നിന്ന് വേറിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുഞ്ഞ്. സമൂഹത്തോടുള്ള ഈ പ്രതിബദ്ധതയിൽ ക്രാഫ്റ്റ് എന്നും ഉറച്ചു നിൽക്കുന്നു. വന്ധ്യത വ്യക്തിയുടെ കുറ്റമല്ല, പോരായ്മയുമല്ല, കേവലം ചികിത്സിച്ച് മാറ്റാവുന്ന വൈകല്യം മാത്രമാണ്. സൃഷ്ടിയുടെ പിഴവിന് സൃഷ്ടാവിന്റെ മറഞ്ഞിരിക്കുന്ന കൈകൾ കൊണ്ട് വസന്തം വിരിയിക്കുന്ന ക്രാഫ്റ്റ് ഒരാശ്വാസമാണ്. സഫല ജന്മങ്ങൾക്ക് പുണ്യസുകൃതം പോലെ.